ഗോപികമാര് രാവിലെ എണീറ്റാൽ ചൊല്ലുന്നൊരു മന്ത്രം ഉണ്ടത്രേ. ആ ദിവസം മുഴുവൻ ചൊല്ലുന്നൊരു മന്ത്രം. ഏതാണ് ആ മന്ത്രം? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ 14 വർഷ ജീവിതം. കൃഷ്ണൻ 14 വർഷം മധുരയിലും വൃന്ദാവനത്തിലുമൊക്കെ ആയിട്ട്, മധുരയിൽ പ്രസവിച്ചു എന്നേയുള്ളൂ, ബാക്കി ഗോകുലത്തിലും വൃന്ദാവനത്തിലും ജീവിച്ചു. നമുക്ക് രാമന്റെ ജീവിതത്തിൽ 14 വർഷത്തെ വനവാസം കാണാം. കൃഷ്ണന്റെ ജീവിതത്തിലും 14 വർഷം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വേർപിരിഞ്ഞ കൃഷ്ണനാണ്. പക്ഷെ കൃഷ്ണന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടില്ല. കാരണം കൃഷ്ണൻ ഇവിടെ ഒരു വളർത്തച്ഛനും വളർത്തമ്മയും. പക്ഷെ ആർക്കും അറിയില്ല അത് വളർത്തച്ഛനും വളർത്തമ്മയാണെന്നുള്ള കൃഷ്ണനും അത്രയും അറിയുള്ളൂ. യശോദാദേവി നന്ദഗോപുരം കരുതിയത് അവരുടെ ശരിക്കുള്ള പുത്രനാണെന്നുള്ള രീതിയിലാണ് കൃഷ്ണനെ വളർത്തുന്നത്. അല്ലേ? അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 14 വർഷത്തെ വൃന്ദാവന ജീവിതം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നാരദ മഹർഷി കംസനെ കാണാൻ വീണ്ടും വരുന്നത്. പണ്ട് കണ്ടപ്പോഴാണ് കുഴപ്പമായത്, അല്ലേ? അന്നാ 8ന്റെ കാര്യം പറഞ്ഞിട്ട് കുഴപ്പത്തിലായതാണ്. ഇപ്പൊ വീണ്ടും വന്നിട്ട് പറഞ്ഞു, അല്ല കംസ, എന്തൊക്കെയാ വിശേഷം? കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ പോണു. അല്ല, നിന്റെ ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആര്? അല്ല, ഒരു പൂതനാന്നൊക്കെ ഒരു പെണ്ണ്. അതെ. പിന്നെ ശകടാസുരൻ, തൃണാവർത്തൻ, അഖൻ, പ്രലംബാസുരൻ, രേണുകാസുരൻ, ഇവരൊക്കെ എവിടെ പോയി? അവരൊക്കെ ഓരോ ഈ ഇവരുണ്ടല്ലോ, ആമസോണിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഫീൽഡിൽ പോകുന്നവര്. കംസൻ വിചാരിച്ചു ഇവരൊക്കെ ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. ആര്? ഈ പറഞ്ഞ ടീമൊക്കെ കംസന്റെ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരാണ് ഈ ടീം. അപ്പൊ അവരൊക്കെ അവരവരുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കണോ? നീ ഒരു പൊട്ടനാണ് കേട്ടോ കംസ. അവര് ഫീൽഡിൽ നിന്ന് ഔട്ടായിരിക്കണോ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അവരെയൊക്കെ കാലന്നൂർക്ക് പറഞ്ഞയച്ചു. ഏതൂർക്ക്? എവിടേക്ക് പറഞ്ഞയച്ചു? കാലന്നൂര്. അതേതാ സ്ഥലം? പെരുമ്പാവൂരിനപ്പുറത്താണോ? സ്ഥലം പിടിപ്പിച്ചു. അപ്പൊ തന്റെ ആളുകളൊന്നും ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കില്ല, അവരൊക്കെ പോയി എന്ന് കേട്ടതും കംസൻ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളിയില്ലേ. ആരിവരെയൊക്കെ പറഞ്ഞയച്ചു? നിനക്ക് വല്ലതും അറിയോ? വൃന്ദാവനത്തിലെ കൃഷ്ണൻ, അതാണ് നിന്റെ അന്തകൻ. ഈ വസുദേവര് നിന്നെ പറ്റിച്ചു. അന്ന് പ്രസവിച്ചിട്ട് അവിടെ കൊണ്ടാക്കി. ഇതൊക്കെ കൂട്ടിക്കൊടുത്തു ആര്? നാരദര്. കലി പിടിച്ച ആ കംസൻ വസുദേവരെയും ദേവകിയും പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് കൃഷ്ണനെ കൊല്ലാൻ വാളക്കൂരിയപ്പം നാരദര് പറഞ്ഞു, അങ്ങോട്ട് ചെല്ലേ വേണ്ട, പോയവർക്കൊന്നും തല ഉണ്ടായിരുന്നില്ല, നിന്റെ തലയും തെറിച്ചു പോവും. കൃഷ്ണൻ അത്ര ശക്തനാണ്. പിന്നെ എന്താ വഴി? ഇവിടെ വല്ല ഉത്സവം സംഘടിപ്പിക്കുക, കൃഷ്ണനെ വിളിച്ചു വരുത്തുക, ഇവിടെ വെച്ച് കൃഷ്ണനെ തട്ടിക്കളയാം, അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളുമെന്ന്. അങ്ങനെ കംസന് കൃഷ്ണനെ തട്ടാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? നാരദര്. കംസൻ ഒരു ഉത്സവം സംഘടിപ്പിച്ചു. അതിന്റെ പേരാണ് ധനുർയാഗം. അവിടെ വെച്ച് മല്ലയുദ്ധത്തിൽ വെച്ച് കൃഷ്ണനെ കൊല്ലാൻ 2 മല്ലന്മാർക്ക് പരിശീലനം കൊടുത്തു. അവരുടെ പേരാണ് മുഷ്ടികനും ചാണൂരനും. എന്നിട്ടും ഇവർക്ക് പറ്റിയിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു സംശയത്തിന് കുവലയാപീഠം എന്നൊരു ആനയൊരുക്കി. ഇങ്ങനെയൊക്കെ കൃഷ്ണനെ കൊല്ലാൻ കംസൻ എല്ലാ സെറ്റിങ്സും ചെയ്ത് അവിടുന്ന് കൃഷ്ണനെ വരുത്താൻ കൃഷ്ണന്റെ തന്നെ ബന്ധുവായ അക്രൂരരെ പറഞ്ഞയച്ചു. അക്രൂരര് വൃന്ദാവനത്തിലെത്തി. അക്രൂരര് പറഞ്ഞു, കൃഷ്ണനോട് പറഞ്ഞു, അമ്മാവനൊരു യാഗം നടത്തുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കൃഷ്ണൻ ചോദിച്ചു, ഏത് യാഗാണ് അക്രൂരരെ? പറഞ്ഞു, അവിടെ ധനുർയാഗമാണ്. പറഞ്ഞു, അത് ശരി, അവിടെ ധനുർയാഗം തന്നെയാണല്ലേ? അപ്പൊ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ കൃഷ്ണൻ പറഞ്ഞു, നമുക്കത് ശരിക്കും ഒരു യാഗമാക്കി മാറ്റിക്കളയാം.
അതൊരു യാഗം തന്നെയാക്കി മാറ്റിക്കളയാം. അപ്പോ കംസൻ കക്രൂരൻ കൃഷ്ണന്റെ കണ്ണിലേക്ക് നോക്കി, നമുക്ക് പോവാം. കൃഷ്ണൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പോവുകയാണ്. അങ്ങനെ മധുരയിൽ നിന്ന് പോകുമ്പം പാവം ഗോപികമാർക്ക് ഇനി ഒരിക്കലും കൃഷ്ണനെ അടുത്ത് കാണാൻ പറ്റില്ല. കാരണം കൃഷ്ണൻ ഇനി വൃന്ദാവനത്തിൽ നിന്നും കൃഷ്ണൻ മധുരയിലേക്ക് പോയതിനു ശേഷം പിന്നൊരിക്കലും കൃഷ്ണന് വൃന്ദാവനത്തിലേക്ക് വരാനും പറ്റിയിട്ടില്ല. അങ്ങനെ കൃഷ്ണൻ പോകുന്ന വഴിക്ക് കൃഷ്ണൻ അക്രൂരർ പറഞ്ഞു, സന്ധ്യയായി, എനിക്കൊന്ന് മുങ്ങിക്കുളിക്കണം. കളഞ്ഞത് മുങ്ങിക്കുളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ നോക്കുമ്പോണ്ട് വെള്ളത്തിൽ കൃഷ്ണനും. എങ്ങനെ കൃഷ്ണൻ ഇവിടെ വന്നു? വേഗം പൊങ്ങി ആ രഥത്തിലേക്ക് കൃഷ്ണൻ അവിടെയുണ്ട്. ഇതെങ്ങനെ ഡബിൾ കൃഷ്ണൻ വന്നത്? കണ്ണൊക്കെ ചിമ്മി വീണ്ടും മുങ്ങി. പിന്നെ ആ വെള്ളത്തിൽ കാണുന്നത് അനന്തന്റെ മുകളിൽ കിടക്കുന്ന നാരായണൻ. പിന്നെ അക്രൂരൻ വിറച്ചിട്ടാ വരുന്നത്. പിന്നെ അവിടുന്ന് ആ ഉത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ എന്നും പറഞ്ഞ് കൃഷ്ണനെ അങ്ങോട്ട് സ്തുതിക്കും. അതൊക്കെ കഴിഞ്ഞ് അവര് കംസന്റെ മധുരയിലെത്തി താമസിക്കാനൊക്കെ ഉള്ള ഇടം ഒരുക്കിയിട്ടുണ്ട്. കൃഷ്ണനും മറ്റും പറഞ്ഞു, നന്ദഗോപരൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങളൊന്ന് പട്ടണം കണ്ടിട്ട് വരാം. ടൗണിൽ വന്നതല്ലേ കുട്ടികൾ ആദ്യമായിട്ട്. അപ്പൊ ടൗണൊക്കെ ഒന്ന് കറങ്ങാൻ മോഹം ഉണ്ടാവില്ലേ? ഒന്നൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാൻ ഇവര് ടൗണ് കാണാൻ പുറപ്പെട്ടു. അപ്പൊ പോകുന്ന സമയത്ത് കൃഷ്ണനൊരു വിചാരം, ഉടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ ഈ ചാണകവും ഈ മണ്ണിന്റെ പൊടിയൊക്കെ ഉള്ള വസ്ത്രം, ഇതൊക്കെ ഒന്ന് നല്ല വസ്ത്രം എവിടെയാ കിട്ടുക? അപ്പോഴാണ് കംസന്റെ നല്ല വസ്ത്രമൊക്കെ അലക്കി തേച്ചൊരുത്തം കൊണ്ട് അവനോട് എടോ ഒരു കയ്യൊക്കെ അടിച്ചു. അവൻ ആ വസ്ത്രം അങ്ങോട്ട് താന്നു ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. ഞാൻ ആരാണെന്നോ? എന്റെ അമ്മാവന്റെ ഡ്രസ്സ് അങ്ങോട്ട് താന്നു. അധികാരത്തിൽ കൃഷ്ണൻ പറഞ്ഞു. ഇവൻ എന്ത് ചെയ്തെച്ചാൽ കൃഷ്ണന്റെ നേരെ കയ്യോങ്ങി കൃഷ്ണനെ ചീത്ത വിളിച്ചു. കാട്ടുന്ന കുറെ വർഗം വന്നിരിക്കുന്നു, രാജാവിന്റെ വസ്ത്രം മേടിക്കാൻ നിങ്ങൾക്ക് ഞാൻ ശിക്ഷയാണ് വാങ്ങിച്ചു തരാൻ പോകുന്നത്. കൃഷ്ണൻ വിചാരിച്ചു അത്രയൊന്നും പോണ്ടെന്ന്. അവന്റെ തലയ്ക്ക് ഒറ്റയടി വെച്ചു കൊടുത്തു. അവനതാ കിടക്കണു. അവിടെ നിന്ന് ആ വസ്ത്രമൊക്കെ എടുത്ത് അപ്പോഴേക്കൊരു തയ്യൽക്കാരൻ അതൊക്കെ വെട്ടി പാകത്തിലാക്കി കൊടുത്തു കൃഷ്ണന്. എല്ലാവരും നല്ല പുത്തൻ വസ്ത്രമൊക്കെ ഇട്ട് അവിടുന്ന് പോകുമ്പോണ്ട് ഒരു മാല ഉണ്ടാക്കുന്നവൻ കൃഷ്ണനൊരു മാലയും കൊടുത്തു. അപ്പൊ കൃഷ്ണനൊരു തോന്നരുത്, ചന്ദനം കൂടി കിട്ടിയത് നന്നായിരുന്നു, പൊട്ടൊക്കെ കിട്ടിയത് നന്നായിരുന്നു. എവിടുന്നാ കിട്ടുകയെന്ന് വിചാരിക്കുമ്പോഴാണ് കൂനിയായിട്ടുള്ള ഒരു പെണ്ണ് കംസനുള്ള കുറിക്കൂട്ടുകളും കൊണ്ട് പോവുമായിരുന്നത്രേ. അവളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സുന്ദരീ തിരി കുറിക്കൂട്ട് തരുമോ? അവൾ അവിടെ തരിച്ചു നിന്നുപോയിന്ന്. കാരണം ഇന്നു വരെ എല്ലാവരും കൂനി എന്നാ വിളിച്ചത്. ആ 3 വളവുള്ള ഒരുത്തി ആരും എന്ത് വിളിക്കില്ല. 3 വളവുള്ള ഒരു പെണ്ണിനെ നോക്കിയിട്ട് സുന്ദരി എന്ന് വിളിക്കുവോ? ആരെങ്കിലും പൊതുവെ വിളിക്കുവോ? വിളിക്കില്ല. ഈ കൂനിയായിട്ടുള്ള കുബ്ജ കൃഷ്ണനെ കണ്ടില്ല, കാണാനും പറ്റില്ല, തല കുനിച്ചിട്ടാണ്. സുന്ദര, നിനക്കല്ലാതെ പിന്നെ ഞാൻ ആർക്കാ കുറിക്കൂട്ട് തരികയാണ്. അങ്ങനെ കൃഷ്ണന് ആ കുറിക്കൂട്ടൊക്കെ കാണിച്ചു കൊടുത്തു. കൃഷ്ണൻ ആൾക്കൊണ്ട് തൊട്ടു. അപ്പൊ കൃഷ്ണനൊരു മനസ്സിലൊരു തോന്നൽ, ഇവളുടെ ശരീരത്തിനെ വളവുള്ളൂ, മനസ്സിനില്ല. പൊതുവെ ആളുകൾക്ക് ശരീരത്തിന് വളവില്ലെങ്കിലും മനസ്സ് വല്ലാതെ വളഞ്ഞിട്ടുണ്ട് സ്വാർത്ഥത കൊണ്ടേ. അപ്പൊ ഇവളുടെ മനസ്സിന് വളവില്ല, ഇവളുടെ ശരീരത്തിനേ ഉള്ളൂ. അതുകൊണ്ട് ഇവളെ ഒന്ന് സുന്ദരിയാക്കാം എന്നങ്ങോട്ട് തീരുമാനിച്ച് അവളുടെ കാല് രണ്ടും തന്റെ കാലുകൊണ്ട് ചവിട്ടി നിർത്തി ഈ താടിയൊക്കെ പിടിച്ചൊരൊറ്റ വലിയാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പഞ്ചകർമ്മ ചികിത്സ ചെയ്തത് ആരായിരിക്കണം? കൃഷ്ണനായിരിക്കണം. ഒരൊറ്റ വലിക്ക് അവള് നിവർന്നു ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ഈ മർമ്മ ചികിത്സകന്മാരൊക്കെ ഇല്ലേ? വളഞ്ഞതും ഒടിഞ്ഞതും ഒക്കെ ഒരൊറ്റ വലിക്ക് നിവർത്തി റെഡിയാക്കി കൊടുക്കുന്നവര് ഇവളെ അങ്ങനെ അങ്ങോട്ട് സുന്ദരിയാക്കി. അപ്പൊ അവള് കൃഷ്ണനെ പിടിച്ചിട്ട് പറഞ്ഞു,
അയ്യോ ഭുവനസുന്ദര, ഇത് മറക്കാൻ പറ്റുമോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇന്ന് എന്റെ വീട്ടിൽ വരണം. ഭഗവാൻ പറഞ്ഞു ഞാൻ പിന്നെ വരാം. അങ്ങനെ അവിടെ കംസന്റെ ധനുർയാഗത്തിനൊരുക്കിയ വലിയ വില്ലെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. ആ ശബ്ദം കേട്ടപ്പോഴേ കംസന് തീരുമാനമായി. കാരണം അത് പൊട്ടിക്കാൻ സാധിക്കുന്ന കൃഷ്ണൻ അത്ര ചില്ലറക്കാരൻ ആവില്ല. നോക്കൂ നിങ്ങൾ, രാമാവതാരത്തിൽ വില്ലൊടിച്ച് സീതയെ വരിക്കും, കൃഷ്ണാവതാരത്തിൽ വില്ലൊടിച്ച് അമ്മാവനെ വധിക്കും. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പൊ നന്ദഗോപുരി ചോദിച്ചു, കൃഷ്ണ നല്ല പുത്തൻ വസ്ത്രമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, നല്ല കുറിക്കൂട്ടും മാലയും ഇതൊക്കെ എവിടുന്നാണ്? കൃഷ്ണൻ നുണ പറഞ്ഞു, അമ്മാവൻ കൊടുത്തയച്ചാണ്. ഇതെന്തൊക്കെയാ ഉണ്ടായത് എന്നുള്ള പൂരം വേറെയില്ലേ, അതൊന്നും പറഞ്ഞില്ല. എല്ലാം ആര് തന്നു? അമ്മാവൻ തന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ മല്ലയുദ്ധത്തിന് പോവുകയാണ് കാണാൻ. അന്നത്തെ കാലത്തെ മെയിൻ ഒരു യുദ്ധമായിരുന്നു റെസ്ലിംഗ് എന്ന് പറയില്ലേ, മല്ലയുദ്ധം. അതിനുവേണ്ടി പ്രത്യേകം ഗാലറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കംസൻ തന്നെ അത് കാണാൻ വന്നിരിക്കുന്നു. വാസ്തവത്തിൽ അത് മല്ലയുദ്ധം ഷോ ആയിരുന്നില്ല, അത് കൃഷ്ണനെ കൊല്ലാനുള്ളൊരു അറേഞ്ച്മെന്റ് ആയിരുന്നു. കൃഷ്ണൻ അറിയാം. ഏതായാലും മല്ലയുദ്ധ രംഗത്തിലേക്ക് വരുമ്പോ കുവലയാപീഠം എന്നൊരാന, കംസന്റെ ആനയായിരുന്നു. ആര്? കുവലയാപീഠത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു 100-100ഓളം ആൾക്കാരെ കൊന്ന ആനയാണ് ഏത്? കുവലയാപീഠം. അത് കംസന്റെ അമ്മായിയപ്പനുണ്ടല്ലോ, ഡൗറി ചെയ്ത് കൊടുത്തതാണ്. കാരണം അയാളുടെ വീട്ടിൽ വെച്ചിട്ട് കുറെ എണ്ണത്തിന് തട്ടിയപ്പം വിചാരിച്ചിരുന്ന ഇവനിരിക്കട്ടെ. അങ്ങനെ മരുമകന് കിട്ടിയ സമ്മാനാണ് ഇത്, ഈ കുവലയാപീഠം. ആ കുവലയാപീഠത്തെ കൃഷ്ണന്റെ നേരെ അഴിച്ചുവിട്ടു. അതാണെങ്കിൽ അത്ര ക്രൂരനായ ആനയും. കൃഷ്ണൻ ആ ആനയെ കണ്ട് ഭീരുവിനെ പോലെ ഓടി. ആന കൃഷ്ണന്റെ പിന്നാലെയും. അങ്ങനെ കൃഷ്ണനും ആനയും തമ്മിൽ കുറെ ഓട്ടം നടത്തി. കൃഷ്ണന്റെ ഓട്ടം എങ്ങനെ വെച്ചാൽ, ആന കൃഷ്ണനെ ചുറ്റുന്ന സമയത്ത് കൃഷ്ണൻ കാലിന്റെ ഇടയിൽ കൂടെ അപ്പുറത്തേക്ക് പോകും, ഇത് തിരിയുമ്പോഴേക്കും ഇപ്പുറത്തേക്ക് വരും. ആന കറങ്ങി 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 അതിന് കുറച്ച് കഴിഞ്ഞപ്പം ആനയ്ക്ക് തല ചുറ്റാൻ തുടങ്ങി. ആനയ്ക്ക് ആകെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ആന തളർന്നു എന്ന് കണ്ടതും പിന്നെ അതിന്റെ മസ്തകത്തിൽ തൂങ്ങി അതിന്റെ കൊമ്പ് വലിച്ചിളക്കി ഇളക്കി ഇണക്കി 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 അതിനെ അങ്ങോട്ട് മസ്തകത്തിൽ അടിച്ച് അതിനെ ആനക്കൊമ്പ് കൊണ്ട് അടിച്ച് അതിനെ കൊന്നു. അതിന്റെ കൊമ്പ് ഇളക്കിയെടുത്തു എന്നാണ്. ആനയുടെ കൊമ്പ് കളക്കല് എളുപ്പം നിസ്സാരാണോ? ഇത് കണ്ടപ്പോ തന്നെ ഇടിക്കാൻ വന്ന 2 എണ്ണം കുറെ ദൂരത്തേക്കാണ് ഓടിയത്. മല്ലൻ, മുഷ്ടികനും ചാണൂരനും. ഈ 2 കൊമ്പും ഓരോരുത്തരെടുത്ത് അവരാ രംഗവേദിയിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട്. അഗ്രജനോടുകൂടി ആ രംഗത്തേക്ക് വന്ന കൃഷ്ണനെ പലരും കണ്ടത് പല രീതികളിലാണ്. മല്ലാനം മശനർ, മല്ലന്മാർക്ക്, അവിടെ ഇരിക്കുന്ന ഗുസ്തിക്കാർക്ക് മറ്റൊരു മല്ലൻ വരുന്നത് പോലെ തോന്നിയെന്നാണ്. കൃഷ്ണനെ കണ്ടപ്പം 56 പാക്ക് ഒക്കെ ഉള്ള ഒരാളായിട്ട് അങ്ങനെ കണ്ടു എന്നാണ്. മല്ലന്മാർക്ക് നൃണാം നരവരോ, അവിടെയുള്ള നല്ല രാജാക്കന്മാർക്കൊരു പ്രതീക്ഷ. ഈ ഭൂമിയെ ധർമ്മത്തിലേക്ക് നയിക്കുന്ന ഒരു രാജാവിന്റെ രൂപത്തിൽ ആരെ കണ്ടു? കൃഷ്ണനെ കണ്ടു. അവിടെയുള്ള സ്ത്രീകൾക്ക് തോന്നിയത് കൃഷ്ണൻ, ഗോപികമാരെ പോലുള്ള പെൺകുട്ടികൾക്ക് തോന്നിയത് ഞങ്ങളുടെ കഴുത്തിലേക്ക് മാലയിടാൻ വരുന്നൊരു ഭർത്താവിനെ പോലെ, കാമുകനെ പോലെ ആരെ തോന്നി? കൃഷ്ണന്. അവിടെയുള്ള അച്ഛന്മാർക്ക്, അമ്മമാർക്ക് തോന്നിയത് കൃഷ്ണന്റെ കയ്യിലുള്ള ആനക്കൊമ്പ് കണ്ടപ്പോ ഫീഡിംഗ് ബോട്ടിൽ പോലെ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ പാലിന്റെ കുപ്പിയായിട്ട് വരുന്നത് പോലെ അവർക്ക് തോന്നി. ഗോപന്മാർക്ക് അവരുടെ ആളെപ്പോലെ തോന്നി. അസത്തുക്കളായ രാജാക്കന്മാർക്ക്, എന്ന് വെച്ചാൽ ദുഷ്ടന്മാർക്ക്, അവരെയൊക്കെ നിലയ്ക്ക് നിർത്തുന്ന ശാസ്താവിനെ പോലെ തോന്നി. ശാസ്താവിനെ പോലെ ആരെ കണ്ടു? കൃഷ്ണനെ. കംസന് തന്റെ നേരെ കാലൻ വരുന്നത് പോലെ തോന്നി എന്നാണ്.
അവിടെയുള്ള മഹാന്മാരായ ഭക്തന്മാർക്ക് അവരുടെ അന്തരാത്മാവായ പൂർണ്ണബോധസ്വരൂപനായ ആ ഭഗവാനിലേക്ക് വഴി കാണിക്കുന്ന ഒരു ഗുരുവിനെ പോലെ കൃഷ്ണനെ തോന്നിയത്. ഒരേ കൃഷ്ണനെ പലരും പല രീതി. ഒന്നുകൂടി വായിച്ചു നോക്കൂ നിങ്ങൾ. മല്ലാനാം അചനൃണം നരവരോ, മല്ലാനാം അചനിർ നൃണാം നരവരോ സ്ത്രീനാം സ്മരോ മൂർത്തിമാൻ എന്ന് വെച്ചാൽ ഒരു കാമുകനെ പോലെ തോന്നി. ഗോപാനം സ്വജനോ, ഗോപന്മാർക്ക് സ്വജനം. അസതം ക്ഷിതിഭുജാം ശാസ്ത, ക്ഷിതിയെ അസത്തുക്കളായി ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ശാസ്ത. സ്വപിത്രോ ശിശു, പിതൃ ശിശു അതായത് മുതിർന്ന അച്ഛനമ്മമാർക്ക് ശിശുവിനെ പോലെ തോന്നി. മൃത്യുർ ഭോജപതി, ഭോജപതി എന്ന് പറഞ്ഞാൽ കംസന് മൃത്യു കാലദേവനായി കണ്ടു. വൃഷ്ണി തത്വം പരം യോഗിനം, യോഗികൾക്ക് തത്വം ഉപദേശിക്കുന്ന ഗുരുവായി തോന്നി. വൃഷ്ണികൾക്ക്, വൃഷ്ണി വംശജർക്ക്, കൃഷ്ണ വംശജർക്ക് അവരുടെ പരദേവത വരുന്ന പോലെ തോന്നി. ഇങ്ങനെയാണ് കൃഷ്ണനെ കണ്ടത്. ഇനി വായിക്കാം. മല്ലാനം അചനൃണം നരവരോ സ്ത്രീണം സ്മരോ മൂർത്തിമൻ ഗോപാനം സ്വജനോ വസതം ക്ഷിതിഭുജാം ശാസ്താ സ്വപിത്രോ ശിശു മൃത്യുർഭോജപദേ വിരാട വിദുഷം തത്വം പരം യോഗിനം വൃഷ്ണീനം പരദേവതേതി വിദിതോ രംഗം ഗത സാകൃത. എന്തൊരു മനോഹര വരികളാണ് നോക്കൂ. ആ ഭാവം തന്നെ എന്താണ് നോക്കൂ. ഒരേ കൃഷ്ണനെ പലരും, ഇപ്പൊ നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയാലും എല്ലാവരും ഒരേപോലെയൊന്നല്ല ഭഗവാനെ കാണുന്നത്. അതുകൊണ്ടാണ് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത് ചതുർവിധാഭജന്തേ മാം. എന്നെ 4 തരം ഭക്തന്മാരും ഭജിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? അർത്ഥാർത്ഥി. ആരാണ്? അർത്ഥം വല്ലതും കിട്ടണം എന്നുള്ള ഭക്തി ഉള്ളവരില്ലേ? ഒട്ടുമില്ല. ഇങ്ങോട്ട് വല്ലതൊക്കെ തരണേന്ന് പറഞ്ഞ് യാചിക്കുന്ന ഭക്തന്മാരില്ലേ? ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് അമ്പലത്തിൽ ചെന്ന് തിരുമേനിയോട് വന്നു, തിരുമേനി വളരെ വലിയ കഷ്ടമാണ്, അങ്ങക്ക് ധനാകർഷണ മന്ത്രം അറിയിച്ചു. തിരുമേനി പറഞ്ഞു അറിയാം. എന്നാ ഒന്ന് പറഞ്ഞൊരു തിരുമേനി, സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പാടാണ്. തിരുമേനി പറഞ്ഞ ഒരു പാത്രം സംഘടിപ്പിക്കുന്നു. ഒരു പാത്രമൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇവനോട് പറഞ്ഞു, ഞാൻ ചൊല്ലിത്തരുന്ന മന്ത്രം നീ ഏറ്റു ചൊല്ലിക്കൊള്ളണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ വഴിയുടെ അവിടെ നിൽക്കണം. അപ്പൊ നിനക്ക് ധനം വരും. എന്താ തരം? എന്താ മന്ത്രം? വല്ലതും തരണേ, വല്ലതും തരണേ, വല്ലതും തരണേ എന്ന് വരുന്നവരുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്തുവരും? എന്തുവരും? ധനം വരും. ഇതാണ് ധനാകർഷണ മന്ത്രം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നവരുണ്ട് കാര്യം നടത്തി കിട്ടാൻ ദൈവത്തോട്. അവരെയാണ് അർത്ഥാർത്ഥി പറയാൻ. ചിലര് ആർത്തന്മാരാണ്. ആർത്തൻ എന്ന് പറഞ്ഞാല് എന്നും കുറ്റവും കുറവും, എല്ലാം പരാതികളുള്ള, മുട്ടി ശരിയില്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല, അവള് ശരിയില്ല, ഇവൻ ശരിയില്ല, ആകെ ശരിയുള്ളത് ഇവര് മാത്രമേ ഉള്ളൂ. ഈ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പറയാനായി പോകുന്നവരില്ലേ? ഉണ്ടോ? എന്നാൽ ചിലവര് അവര് പോകുന്നത് ജിജ്ഞാസുക്കളായിട്ട് നാമജപത്തിന് വേണ്ടി പോകും. ആര്? നാമജപത്തിനായി. മറ്റു ചിലരുണ്ട്, അവരവിടെ ചെന്നിരുന്നാൽ ഭഗവാനെ അനുഭവിക്കാനായിട്ട് പോകുന്നവരുടെ, ജ്ഞാനികളായിട്ടുള്ളവര്. ഈ തരത്തിൽ ചതുർവിധാഭജന്തേ മാം ജനാ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ എന്ന് പറഞ്ഞ പോലെ ഭഗവാനെ എല്ലാവരും ഒരേ രീതിയിലല്ല കാണുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ക്രമേണ ഇങ്ങോട്ട് മാറണം. ഈ അർത്ഥാർത്ഥിയിൽ നിന്നും ആർത്തനിൽ നിന്നും നാമജപ സംസ്കാരമുള്ള ഭക്തരായി നമ്മള് മാറണം. അപ്പോഴാണ് നമുക്ക് ക്രമേണ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാവുന്നത്. മനോബലം കൂടുന്നു, മനസ്സിനൊരു സന്തോഷവും ശക്തിയും ഒരു മുന്നോട്ട് പോവാനുള്ള ഒരു കരുത്തും ഒക്കെ നമ്മുടെ ഉള്ളിൽ കൂടിക്കൂടി വരുന്നത് കാണാം. ഇപ്രകാരമൊക്കെ കൃഷ്ണൻ അങ്ങോട്ട് കടക്കുന്നു. പിന്നെ മല്ല യുദ്ധത്തില് ഒരാള് മുഷ്ടികനെയും മറ്റൊരാള് ചാണൂരനെയും വധിച്ച്, പിന്നീട് സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് നേരെ കംസനെയും തീർക്കാം. നേരെ കംസനിരിക്കുന്ന മധ്യത്തിലേക്ക്, മറ്റെന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് ചാടി
ആ കംസന്റെ നെഞ്ചില് 2 ഇടി. കംസന് 14 കൊല്ലമായിട്ട് ഹാർട്ട് വീക്കായിരുന്നു. കാരണം കൃഷ്ണനെ ഓർത്ത് കംസന്റെ ഹാർട്ട് വളരെ വീക്കായിരുന്നു. 2 ഇടി ഇടിച്ചപ്പോഴും അമ്മാവനിതാ കിടക്കണമെന്നും അമ്മാവന്റെ പണി തീർത്തു. അങ്ങനെ അമ്മാവനെ തട്ടി കൃഷ്ണൻ. ഇങ്ങനെ കംസനെയൊക്കെ വധിച്ച് കാരാഗ്രഹത്തിൽ പോയി അച്ഛനമ്മമാരെ മോചിപ്പിക്കുമ്പോൾ ദേവകീ ദേവിയുടെ ഹൃദയത്തിൽ നിന്നും ആ സ്നേഹം അങ്ങോട്ട് അണപൊട്ടി ഒഴുകുകയാണ്. പ്രസവിച്ച മകനെ പാലൂട്ടാൻ പറ്റാത്ത അമ്മ 14 വർഷത്തിന് ശേഷം കാണുകയാണ്. അപ്പോഴാണ് നന്ദഗോപർക്ക് മനസ്സിലായത് കൃഷ്ണൻ ദേവകീ പുത്രനാണ്, വസുദേവ പുത്രനാണ്. ഒന്ന് ആലോചിച്ചൊക്കെ എങ്ങനെയാ പോവുക ആ വീട്ടിലേക്ക്? ഇനി കൃഷ്ണനിനി ഞങ്ങളുടെ മകനല്ല. ഭഗവാൻ ആശ്വസിപ്പിച്ചു നന്ദഗോപരെ, ഞാൻ വരും, ഞാൻ അങ്ങോട്ട് വരും, നിങ്ങളും എനിക്ക് അച്ഛനമ്മമാര് ആണ്. അതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അച്ഛനെയും അമ്മയൊക്കെ കൊണ്ടുവന്നു. കാരാഗ്രഹത്തിന് ഉഗ്രസേൻ ചക്രവർത്തിയായി രാജ്യം ഭരിക്കുന്നു. കൃഷ്ണൻ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി പുറപ്പെട്ടു സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക്. കൃഷ്ണൻ മധുരയിലാണ്, സാന്ദീപനി മഹർഷിയുടെ ആശ്രമം ഉജ്ജയിനിലാണ്. എത്ര ദൂരെ പോയിട്ടാണ് കൃഷ്ണൻ പഠിച്ചത് നോക്കൂ നിങ്ങൾ. 64 ദിവസം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം, 64 കലകൾ പഠിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ 64 തൊഴിലുകൾ കൃഷ്ണൻ അവിടുന്ന് പരിശീലിച്ച് നേടി. അങ്ങനെയാണ് 5 കുതിരകളെ കൂട്ടിയ തേരോടിക്കാനൊക്കെ ആര് പഠിക്കുന്നത്? കൃഷ്ണൻ അവിടെ വെച്ച് പഠിക്കുകയാണ്. അവിടെ വെച്ച് കിട്ടുന്ന കൃഷ്ണന് കിട്ടിയ സുഹൃത്താണ് നാളെ നിങ്ങൾ ഇവിടെ വൈകുന്നേരം കാണും. ആര്? സുധാമാവിനെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. കാണുന്നുണ്ടോ? നാളെ വൈകുന്നേരം ആര് വരും? സുധാമാവ്. കൃഷ്ണന്റെ കൂടെ 64 ദിവസം ഗുരുകുലത്തിലുണ്ടായിരുന്ന സുധാമാവ്. അതൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ തിരിച്ച് മധുരയിലേക്ക് പോയി. അവിടെ വെച്ച് കൃഷ്ണന് കിട്ടുന്ന മറ്റൊരു സുഹൃത്താണ് ജീവിതം തന്നെ കൃഷ്ണനിൽ സമർപ്പിച്ച, കൃഷ്ണൻ ഉടുത്ത് മാറ്റുന്ന വസ്ത്രം വിഴുപ്പെടുത്തു ഉടുക്കുന്ന, കൃഷ്ണൻ കഴിച്ച പാത്രത്തിൽ, എച്ചിൽ പാത്രത്തിൽ കഴിക്കുന്ന, കൃഷ്ണൻ ഉപയോഗിച്ച വിരിയും പുതപ്പും ഉപയോഗിക്കുന്ന, കൃഷ്ണനിൽ അത്രമാത്രം താതാത്മ്യപ്പെട്ട് ജീവിക്കുന്ന ഒരാള്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഉദ്ധവൻ. ആ ഉദ്ധവരും കൃഷ്ണനും ഒരു ദിവസം ഇരുന്ന് ചർച്ച ചെയ്യായിരുന്നു. ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവ, അങ്ങേക്കറിയാലോ 14 വർഷം ഞാൻ വൃന്ദാവനത്തിൽ ഇരുന്നപ്പോ ആ പാവം യശോദാദേവി എന്നെ വളർത്തിയ രീതി ഉണ്ടല്ലോ, ഞാൻ അത്ര അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു പുത്രനായിപ്പോയി. ഇപ്പൊ ഞാനില്ലാത്ത ആ ഒരു അവസ്ഥയില് അവരെത്രമാത്രം വേദനകൾ അനുഭവിക്കുന്നുണ്ടാവും. അവർക്ക് മാനസികമായിട്ട് എന്നെ വിട്ട് ജീവിക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുമോ ഉദ്ധവ? അതുകൊണ്ട് അങ്ങ് വൃന്ദാവനത്തിൽ പോയി അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലോകത്തില് ഈ കൗൺസിലിംഗ് പഠിപ്പിച്ച ആചാര്യന്മാര് നമ്മുടെ ഗുരുക്കന്മാരായിരിക്കും, കൃഷ്ണനൊക്കെ ആയിരിക്കും. ഉദ്ധവരോട് വൃന്ദാവനത്തിൽ പോയി നന്ദഗോപരെയും യശോദയും ഒന്ന്, ഇന്നത്തെ ഭാഷയിൽ കൗൺസിലിംഗ് എന്നല്ലേ പറയാ, അല്ലേ? ഒന്നൊന്ന് മാനസികമായിട്ട് അവരെ ഒന്ന് മാറ്റിയെടുക്കാൻ അതിനെന്താ പറയാ? കൗൺസിലിങ്ങിന് പറഞ്ഞേക്കാണ്. എന്നിട്ട് പറഞ്ഞു, ആ ഗോപികമാരുടെ കാര്യം അതിലും കഷ്ടമാണ്. കാരണം ഞാൻ അവരുടെ ഭർത്താവിനെ പോലെയാണ് അവർക്ക്. ഞാനില്ലാത്ത ഒരു ജീവിതം അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുമോ അറിയില്ല ഉദ്ധവരെ. അവരെയും പോയിട്ടൊക്കെ ഒന്ന് കണ്ട് വേണ്ട പോലെയൊക്കെ ഒന്ന് അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കണം, ഉപദേശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് ദൂതനായി പറഞ്ഞയച്ചു. ആര്? കൃഷ്ണൻ. ആ ഉദ്ധവർ അവിടെ നിന്ന് പുറപ്പെടുന്നു. വൃന്ദാവനത്തിലാണെങ്കിൽ നിശ്ചലമാണ്. കൃഷ്ണനുള്ള സമയത്തുള്ള ഊർജവും സന്തോഷവും അവിടെ ഇല്ല. കാരണം കൃഷ്ണൻ അങ്ങനെ ചാടി ഊടി മറഞ്ഞു നടന്ന ആളായിരുന്നു. ആ ഒരു ശൂന്യത ഉദ്ധവർക്ക് മനസ്സിലായി.
നേരെ നന്ദഗോപരുടെയും യശോദാദേവിയുടെയും ഗൃഹത്തിലേക്ക് എത്തിയപ്പോ അവിടെയാണെങ്കിലോ കൃഷ്ണൻ അങ്ങോട്ട് പോയതോടുകൂടി, ബലരാമനൊക്കെ പോയതോടുകൂടി വീട് അങ്ങോട്ട് ശൂന്യമായതുപോലെ. ഉദ്ധവരെ കണ്ടപ്പോ പെട്ടെന്ന് യശോദാദേവിക്ക് കൃഷ്ണൻ വന്നു എന്നൊരു തോന്നല്. കാരണം കൃഷ്ണൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ തന്നെയാണ് ആരും ഉടുത്തിരിക്കുന്നത്. ഉദ്ധവരെ കണ്ടപ്പം ഏറെക്കുറെ നിറവ് തന്നെയാണ്. കൃഷ്ണനും കറുത്തിട്ടായിരുന്നു, ഉദ്ധവരും കറുത്തിട്ടാണ്. ഏതായാലും പെട്ടെന്ന് കാണുമ്പോൾ തോന്നിയില്ല. പിന്നെ മനസ്സിലായത് ഇത് കൃഷ്ണനല്ല, ഇത് ഉദ്ധവരാണ്. ആദരവോടെ സ്വീകരിച്ചിരുത്തി. അപ്പൊ ഉദ്ധവര് ചോദിച്ചു, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും അങ്ങോട്ട് കരയാൻ തുടങ്ങി. എന്റെ കൃഷ്ണൻ എന്നെ വിട്ടുപോയില്ലേ, എനിക്ക് കുയിലിന്റെ ശബ്ദം കേട്ടാൽ, കാക്കയുടെ നിറം കണ്ടാൽ, കൊരങ്ങനെ കണ്ടാൽ, എന്ത് കാണുമ്പോഴും ആരെ ഓർമ്മ വരും? കൃഷ്ണനെ ഓർമ്മ വരും. എന്റെ കണ്ണൻ എന്നിൽ നിന്നും പോയില്ലേ ഉദ്ധവരെ എന്നൊക്കെ കരഞ്ഞപ്പോ ആ ഉദ്ധവര് യശോദാദേവിക്ക് കൊടുക്കുന്ന ഗംഭീരമായ ഉപദേശം 46 47 അധ്യായമാണ്. അവിടെ പറയുന്ന ഒരു വരി ഇതാണ്. ഇത് നമുക്ക് ആവശ്യമാണ്. പറയാണ്, മാഗിത്യതം മഹാഭാഗം ദൃക്ഷത കൃഷ്ണമന്തികേ അന്തർഹൃതി സഭൂതാനം ആസ്തേ ജ്യോതിരവൈതസേ നഹ്യാസ്തി ന പ്രിയം കശ്ചിൽ ന പ്രിയാവസ്തുമാനിനാം ന ഉത്തമോ നാഥമോ നാവി സമാനസ്യാ സമോപിവാം ന മാതാന്ന പിതാൻ തസ്യ ന ഭാര്യാന്ന സുതാദയാം ആത്മീയോ ന പരശ്ചാപി ന ദേഹോ ജന്മ ഏവ ച. പറയുന്നത് എന്താണ്? പറയുന്നത് മാ കിത്യതം, മാ ഖേദം, മാ ഖേദം, ഖേദം വേണ്ട. ദൃക്ഷത കൃഷ്ണമന്തികേ, കൃഷ്ണം അന്തികേ ദൃക്ഷ്യ. എവിടെ കാണണം? എവിടെയാ കൃഷ്ണനെ കാണാൻ പറയുന്നത്? കൃഷ്ണൻ പോയി എന്നും പറഞ്ഞ് കരയരുത്. എവിടെ കാണണം? അന്തർഹൃതി. എവിടെയാണ്? എവിടെയാണ്? അന്തർഹൃതി. മനസ്സിലാവില്ലേ? കൃഷ്ണനെ എവിടെ കാണാൻ പറയുന്നത്? ഉള്ളിലാണ്. ഏത് രൂപത്തിൽ? നിങ്ങളുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവിന്റെ രൂപത്തിൽ ആരുണ്ട്? അവർക്ക് പറയൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം, കൃഷ്ണൻ ഏത് രൂപത്തിലുണ്ട്? അന്തരാത്മാ. നേരത്തെ പറഞ്ഞില്ലേ, നക്കല്ലു കൂപ്പിക്ക നന്ദനോപവൻ അഖിലദീനാം അന്തരാത്മതൃ. ഏത് രൂപത്തിൽ? അന്തരാത്മരൂപത്തിൽ കൃഷ്ണനുണ്ട്. ഇത് ഉദ്ധവരങ്ങോട്ട് പറഞ്ഞുറപ്പിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണൻ പോയി എന്നും പറഞ്ഞ സമയം കളയരുത്. കരഞ്ഞിരിക്കാനല്ല ജീവിതം. ഉള്ളിലുള്ള കൃഷ്ണനിലേക്ക് മനസ്സിനെ ഉണർത്തണം. ഇതൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പിറ്റേ ദിവസം ഗോപികമാരെ സമാധാനിപ്പിക്കാൻ പോയപ്പോ ആ ഗോപികമാര് ഉദ്ധവരോട് പറയാണ്, മാറി നിക്കട വണ്ടേന്ന്. ഉദ്ധവരെ വല്ല വണ്ടിനെ പോലെ കാണുന്നത്. മാങ്കി, ഞങ്ങളെ തൊട്ടുപോകരുത് എന്നിട്ട് പറയാണ്, നിന്റെ അതേ നിറമുള്ളൊരു, എന്താ വണ്ട് എന്ന് വിളിക്കാൻ കാരണം? കറുത്തതുണ്ട്. നിന്റെ അതേ നിറമുള്ളൊരു വണ്ട് ഞങ്ങളാകുന്ന പൂക്കളിൽ നിന്നും തേൻ അപഹരിച്ച് പോയി. ആരെ ഉദ്ദേശിക്കുന്നത്? ഇനി നീ എന്തെടുക്കാനാ വന്നിരിക്കുന്നത്? ഉദ്ധവര് ഞെട്ടിപ്പോയി. ഇതെന്താ എന്നെ വണ്ടെന്നൊക്കെ വിളിക്കുന്നത്? എന്നെയോട് ഇങ്ങനെയൊക്കെ പറയണത്? എന്നിട്ട് പറഞ്ഞു, ഉദ്ധവരെ, അങ്ങ് വന്നപ്പോ ഞങ്ങൾക്ക് തോന്നി പണ്ടൊരു അക്രൂരൻ വന്നിട്ട് കൃഷ്ണനെ കൊണ്ടുപോയി. ഇത് ഏത് ക്രൂരനാ വന്നിരിക്കുന്നത് എന്ന്. അവന്റെ പേര് അക്രൂരൻ എന്നാണത്രേ. അവൻ അക്രൂരനല്ല, അവൻ ക്രൂരനാണ്. നീ അതിക്രൂരൻ എന്നാ ഞങ്ങൾ വിചാരിച്ചതെന്ന്. ആരെ? നീ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരാ കൃഷ്ണന്റെ കാര്യങ്ങൾ തന്നെ പറയാൻ തുടങ്ങി. ഉദ്ധവരെ അങ്ങോട്ട് ഉപദേശിക്കാൻ പോയതാണ്. അവസാനം അവര് പറയുന്നത് മുഴുവൻ ഉദ്ധവര് കേൾക്കേണ്ടി വന്നു. ഉദ്ധവരോട് പറയാണ്, അങ്ങിവിടെ വന്നത് ഞങ്ങളെ സമാധാനിപ്പിക്കാനാണ്, ഇല്ലേ? ഞങ്ങളെ സമാധാനിപ്പിക്കാനാണ്. പക്ഷേ ഉദ്ധവ, ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം, കൃഷ്ണനല്ലാത്തതായ ഒരു ചിന്തയും ഞങ്ങളുടെ ഉള്ളിൽ ഇല്ല.
അത്രയും ഞങ്ങളുടെ മനസ്സ് ഏതിലായിരിക്കുന്നത്? അങ്ങ് കൃഷ്ണനെ കുറിച്ച് പറയാനല്ലേ വന്നത്? ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എന്തേ ഉള്ളൂ? കൃഷ്ണന്റെ വിചാരമേ ഉള്ളൂ. പുനഃസ്മാരയന്തി നന്ദഗോപസുതം. വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് കൃഷ്ണനെ തന്നെ സ്മരണ വരുന്നുള്ളൂ. അതുകൊണ്ട് ഉദ്ധവരെ, അങ്ങ് ഞങ്ങളോട് കൃഷ്ണനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. കാരണം കൃഷ്ണൻ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ഒരു മണിക്കൂറുകളോളം ഉദ്ധവർക്ക് കൃഷ്ണനെ കുറിച്ച് ആ ഗോപികമാരങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഉദ്ധവർ ആ ഭക്തിയിൽ അങ്ങനെ മുഴുകി ലയിച്ചു പോകും. ആ ഉദ്ധവര് കൈകൂപ്പിക്കൊണ്ട് പറയാണ്, ഇത്രയും ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോപികമാരെ പോലെ ഒരു മനസ്സുള്ള ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടാവൂ സംശയമാണ്. അത്രയും കൃഷ്ണസ്മരണയിൽ മനസ്സുറപ്പിച്ചവരായിരുന്നു ആര്? ഗോപികമാര്. ഉദ്ധവർ അവിടെ നിന്ന് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്താ അറിയോ? ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ, ഇനിയൊരു ജന്മം ജനിക്കേണ്ടി വരികയാണെങ്കിൽ എനിക്ക് എന്ത് ജന്മം വേണമെന്നറിയോ? നമ്മളൊക്കെ പറയാ ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ നല്ല ജന്മം മതി എന്നല്ലേ പറയാ, അല്ലേ? ഉദ്ധവർക്ക് എന്ത് ജന്മ വേണ്ടത്? ഉദ്ധവർക്ക് എന്ത് ജന്മ വേണ്ടത്? എവിടെയാ വേണ്ടത്? ആസാമഹോ ചരണരേണു ജുഷാമഹംസ്യൽ വൃന്ദാവനേ കിമപി കുൽമലദൗഷധീനം യാദുസ്ഥിതം സ്വജനമാര്യപദം ചഹിത്വാ വേജുർമുകുന്ദപദവിം ശ്രുതിഭിർവിമുഖ്യൽ. ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ആസാമഹോ ചരണരേണു, ഗോപികമാരുടെ ചരണരേണുക്കൾ അണിഞ്ഞ ഈ വൃന്ദാവനത്തിൽ കിമപി കുൽമലദൗഷധീനം, ഒരു പുൽക്കൊടിയായി ജനിച്ചാൽ എന്റെ ജന്മം സഫലമായി, ധന്യമായി. കാരണം യാദുസ്ഥിതം സ്വജനമാര്യപദം ചയിത്വാ, കുടുംബജീവിതത്തിന്റെ സകല ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റിവെച്ച്, പറയുമ്പോൾ പല പ്രാരബ്ധങ്ങളിലൂടെയും കടന്നു പോകുന്ന ഈ ഗോപികമാര് ആ ചിന്തകൾ മാറ്റിവെച്ച് മുകുന്ദപദവിം, മനസ്സെവിടെയാണ്? മുകുന്ദനിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ഗോപികമാരുടെ ഭക്തിക്ക് തുല്യമായ ഒരു ഭക്തി ലോകത്തിൽ ഇല്ല. കൃഷ്ണന്റെ അടുത്ത് നിന്ന് വരുന്ന ഉദ്ധവർക്ക് കൃഷ്ണന്റെ കൂടെയല്ല ജന്മം വേണ്ടത്. ആരുടെ കൂടെയാണ്? ഈ ഗോപികമാരുടെ. കാരണം ഗോപികമാര് കൃഷ്ണനെ കൊണ്ടു നടക്കുന്നത് എവിടെയാണ്? നാമജപത്തിൽ മുഴുകിക്കൊണ്ട് ഉള്ളിലാണ്. ഗോപികമാര് രാവിലെ എണീറ്റാൽ ചൊല്ലുന്നൊരു മന്ത്രം ഉണ്ടത്രേ. ആ ദിവസം മുഴുവൻ ചൊല്ലുന്നൊരു മന്ത്രം. ഏതാണ് ആ മന്ത്രം? ഗോവിന്ദ ദാമോദര മാധവിത്തി, ഗോവിന്ദ ദാമോദര മാധവിത്തി, ഗോവിന്ദ ദാമോദര മാധവിത്തി, ഗോവിന്ദ ദാമോദര മാധവിത്തി. ഗോപികമാരുടെ മന്ത്രം അതായിരുന്നു. ഏതായിരുന്നു ഗോപികമാര് ചൊല്ലിയ മന്ത്രം? ഗോവിന്ദ ദാമോദര മാധവിത്തി, ഗോവിന്ദ ദാമോദര മാധവിത്തി, ഗോവിന്ദ ദാമോദര മാധവിത്തി, ഗോവിന്ദ ദാമോദര മാധവിത്തി. ഇതാണ് ആരുടെ മന്ത്രം? ഗോപികമാരുടെ മന്ത്രം. ഇതിലങ്ങനെ മുഴുകി ജീവിച്ച ആ ഗോപികമാരുടെ കാൽ പതിഞ്ഞ മണ്ണെടുത്ത് ആ ഉദ്ധവരെന്ത് ചെയ്തു അറിയോ? ശിരസിലിട്ടുകൊണ്ട് പറയാണ്, ഈ മണ്ണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഭക്തി തരട്ടെ എന്ന്. ആരുടെ ഭക്തി? എല്ലാം മറന്ന് കൃഷ്ണ നാമത്തിൽ അങ്ങനെ മുഴുകാൻ സാധിക്കുന്ന ഭക്തി ആര് തരട്ടെ? ഗോപികമാരുടെ ഭക്തി നിറഞ്ഞ മനസ്സുള്ള ശരീരം ചവിട്ടിയ മണ്ണ്, ഈ കാൽ പതിഞ്ഞ മണ്ണ് എനിക്ക് തരട്ടെ എന്ന് പറഞ്ഞ് അല്പം മണ്ണെടുത്ത ഉദ്ധവര് ശിരസിലിട്ടുകൊണ്ട് പറയണു, വന്ദേ നന്ദവ്രജ സ്ത്രീണാം
പാദരേണുമഭീഷ്ണചാം യാസാം ഹരിഗതോദ്ഗീതം പുനാദി ഭുവനത്രയം. ഒന്നെല്ലാരും ചൊല്ലണേ. വന്ദേ നന്ദവ്രതസ്ത്രീണാം. നിങ്ങൾ കുഴക്കട്ട കഴിച്ചിട്ടാണോ വന്നത്? തൊണ്ട അടഞ്ഞിരിക്കുന്നു, ഉറക്കെ ചൊല്ലു. വന്ദേ നന്ദവ്രതസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികതോൽഗീതം പുനാതി ഭുവനത്രയം. വന്ദേ നന്ദവ്രതസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികതോദ്ഗീതം പുനാതി ഭുവനത്രയം. ആ ഗോപികമാരുടെ പാദരേണുക്കൾ തന്റെ ശിരസിലിട്ടുകൊണ്ട് അങ്ങനെ ഒരു ഭക്തി എനിക്കും ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഉദ്ധവര് പോയത്. വാസ്തവത്തിൽ ഉദ്ധവര് ഗോപികമാരെ കൗൺസിൽ ചെയ്യാൻ പോയപ്പോഴാ മനസ്സിലായത് ഗോപികമാരെ അല്ല കൗൺസിൽ ചെയ്ത്, ഗോപികമാര് തന്നെയാണ് ശരിയാക്കിയത്. കൃഷ്ണന്റെ കൂടെ നടന്നതുകൊണ്ട് കൃഷ്ണനെ കിട്ടില്ല. കൃഷ്ണനെ കിട്ടേണ്ടത് എവിടെയാണ്? ഉള്ളിലാണ്, ഭക്തിയിലൂടെയാണ്. തൊഴുതു പോയത് കൊണ്ട് കൃഷ്ണനെ, ഭഗവാനെ കിട്ടില്ല. ഭഗവാനെ ഒരിക്കലും തൊഴുത് കിട്ടില്ല. ഉറക്കോണേ, തൊഴുത് കാണാൻ പറ്റുന്ന ആളല്ല ഭഗവാൻ. ജപിച്ച് നേടേണ്ട ആളാണ് ഭഗവാൻ. ആരാണ്? ജപിച്ചുകൊണ്ട് നേടേണ്ട ആളാണ് ആര്? അല്ലാതെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്മൾ കാണുന്നത് കേവലം ഒരു വിഗ്രഹം മാത്രമാണ്, അല്ലേ? കാണുന്നത് കേവലം ഒരു രൂപം മാത്രമാണ്. ആ ഉദ്ധവർ അവിടെ നിന്ന് പോയി. പിന്നീട് മധുരയിൽ താമസിക്കുന്ന കാലത്ത് ഒരുപാട് യുദ്ധങ്ങള്, അതിൽ പ്രധാനമായിട്ടും കംസൻ വധിക്കപ്പെട്ടപ്പോൾ കംസന്റെ 2 ഭാര്യമാരായിരുന്നു അസ്ഥി പ്രാപ്തി. ഇവര് ജരാസന്ധന്റെ മക്കളായിരുന്നു. ആരുടെ? ഈ ജരാസന്ധൻ ആ പ്രതികാരം തീർക്കാൻ കൃഷ്ണനോട് യുദ്ധത്തിന് വന്നു 18 തവണ. എത്ര? അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ കൃഷ്ണന് മടുത്തു. അങ്ങനെയാണ് കൃഷ്ണൻ നിവൃത്തി കേടുകൊണ്ട് അവിടുന്ന് ദ്വാരകയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. കൃഷ്ണന്റെ ഒരു ജീവിതം നോക്കൂ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ്. 3 കൊല്ലം കൂടുമ്പോ പാവം പെട്ടിയും ഫ്രിഡ്ജ് എടുത്തിട്ട് അവർക്ക് പോകണം. ഇവിടുന്ന് കൃഷ്ണൻ ആദ്യം കാരാഗ്രഹം, അത് കഴിഞ്ഞ് ഗോകുലം, അത് കഴിഞ്ഞ് വൃന്ദാവനം, അത് കഴിഞ്ഞ് മധുരയിൽ നിന്നും എങ്ങോട്ട്? ദ്വാരക. ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വന്ന അവതാരമൂർത്തിയാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെ മധുരയിലേക്ക്, ദ്വാരകയിലേക്ക് പോകുന്ന അവസാന നിമിഷത്തിലാണ് കൃഷ്ണൻ പിന്നീട് കാലനേമിയെ വധിക്കുന്നതും പിന്നീട് മുജുകുന്ദനെ അനുഗ്രഹിക്കുന്നതായ രംഗങ്ങൾ.